നമ്മുടെ ഖത്തറിൽ ഒരു മരുഭൂമിയാണെങ്കിൽ അതിന്റെ നേരെ വിപരീത ജീനുമായിട്ടുള്ള ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോ ഒക്കെ എടുക്കും. ഞങ്ങൾക്ക് നല്ല തണുപ്പ് കളിച്ചിട്ട് നല്ല ചൂടുള്ള. ഇന്ന് ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ആണ് ട്രിപ്പിൻ്റെ. അതായത് ഞങ്ങൾ കസാക്കിസ്ഥാനിൽ വന്ന ഫസ്റ്റ് ഡേ ആണ്. ഞങ്ങൾ രാവിലെ ഒരു 10:30 ആയപ്പോൾ എല്ലാവരും റെഡിയായി പുറത്തിറങ്ങി. എന്നിട്ട് ഇനി ഞങ്ങൾ പുറത്തേക്ക് ഷിംബലാക്കിൽ പോവാം അല്ലേ അക്ക? ഷിംബലാക്കല്ലേ നമ്മൾ പോകുന്നത്? നമ്മൾ ഷിംബലാക്കല്ലേ പോകുന്നത്? ഷിംബലാക്ക് പോവാണ്. അപ്പോൾ ഞങ്ങളെല്ലാം ഡ്രസ്സെല്ലാം ചെയ്തു. നല്ല തണുപ്പുണ്ട്. ഇവിടെയൊക്കെ സ്നോ ആയിരുന്നു. ഇപ്പം രാവിലെ ചെറിയ രീതിയിൽ ഒരു വെയിലൊക്കെ അടിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ആക്കി എല്ലാവരും. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെ പാർക്കൊക്കെ ഉണ്ട്. അതായത് ഞങ്ങൾ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ മുകളിലായിട്ടാണ്, ഞാൻ ഇന്നലെ കാണിച്ചു തന്നില്ലേ, ആ ഒരു അപ്പാർട്ട്മെൻറ്റ് ഇതിൻ്റെ മുകളിലാണ്, 10ാമത്തെ നിലയാണ് ഞങ്ങൾ താമസിക്കുന്നത്. തണുപ്പൊക്കെ എങ്ങനെയുണ്ട്? തണുപ്പ് കുഴപ്പമില്ല. ഇപ്പൊ ഇവിടെ ഞങ്ങള് സിറ്റിയിലാണ് ഉള്ളത്. ഇനി നമ്മള് ഷിംബലാക്കിൽ പോയിട്ടുണ്ടെങ്കിൽ എന്താവുന്നുള്ളത് അറിയില്ല. നല്ല തണുപ്പാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് നട്ട്സ് ബാർ ഒക്കെ കൊണ്ടുവന്ന് രാവിലെ, മീൻസ് ഇവിടെ വന്നിട്ട് കഴിക്കാൻ വേണ്ടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. ഇവിടെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആക്സസിബിൾ അല്ല. യെസ്. അങ്ങനെ ഇനി വരുന്നവരൊക്കെ എല്ലാവരും സ്നാക്സ് എന്തെങ്കിലുമൊക്കെ കയ്യിൽ വെക്കുന്നത് നല്ലതായിരിക്കും. യെസ്. അപ്പോൾ നമ്മൾ ഷിംബലാക്കിലെത്തി. ഞങ്ങളെല്ലാവരും ഇറങ്ങി, ഞങ്ങളൊരുവിധം സെറ്റായി. 3 ലെവലായിട്ട്. അപ്പോൾ ലെവൽ 1 ലെവൽ 2 ഓപ്പൺ ആണ്. ലെവൽ 3 എന്തോ ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം അത് ക്ലോസ്ഡ് ആണ്. അപ്പോൾ നമുക്കത് കാണാം. ഓക്കെ. ആണ് നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയുന്നത്. അതിങ്ങനെ അതായത് ആ കേബിൾ കാറിൽ കൂടി ഇങ്ങനെ നമ്മൾ മുകളിലേക്ക് പോകും. നമ്മളൊരു 4 മണിയാകുമ്പോഴേ ഇനി റിട്ടേൺ വരത്തുള്ളൂ. ഇപ്പം എത്ര മണിയായി? ഇപ്പോൾ ടൈം 1:15 ഞങ്ങൾക്ക് കഴിച്ചിട്ട് വിശപ്പൊക്കെ അടിച്ച് തുടങ്ങി. ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഏതാണ്ട് കേബിൾ കാറിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. ഇതിൽ ഉള്ളിൽ മറ്റേ കേബിൾ കാറിന്റെ ഉള്ളിൽ കയറി നല്ലൊരു വൈബ്. ഇതുണ്ടോ സംഭവം ഇങ്ങോട്ട് വരുന്നത്? നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഒരു 10, 15, 20ഓളം മിനിറ്റ് ഉണ്ട്. നല്ല ഹൈറ്റിലോട്ടാ പോകുന്നത് അല്ലേ? 3200 ഇവിടെ ഏറ്റവും ഏഷ്യന്റെ ലാർജസ്റ്റ് സ്കീയിങ് റിസോർട്ടാണ്. സ്കീയിങ് ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ. പിന്നെ നമ്മളിപ്പോ ഇത്രയും ഹൈറ്റ് പോകുന്നത് നമ്മൾ ഏകദേശം 3200 മീറ്റർ, ഏകദേശം 3.2 കിലോമീറ്ററിന്റെ മുകളിലേക്ക്, സീ ലെവലിന് മുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ എന്തായാലും ബ്രീത്തും കാര്യങ്ങളൊക്കെ പ്രശ്നമായിരിക്കും. റെസ്റ്റോറന്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാം അങ്ങനത്തെ സംഭവങ്ങളും. ഏഷ്യയിലെ തന്നെ ലാർജസ്റ്റ് സ്കേറ്റിംഗ് റിംഗ് ആണിത്. ഇവിടെ എന്താണ് ഇതൊക്കെ ഉണ്ടോ? റേസിംഗ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കും അല്ലേ? സ്കേറ്റിംഗിന്റെ ഇതൊക്കെ ഉണ്ടാവും, ഷോസ് ഉണ്ടാവും. ഓക്കെ. ഇത് കംപ്ലീറ്റ്ലി ആക്റ്റീവ് ആണെപ്പോഴാണ് ഒന്നും കൂടെ ഇത് ഈ സമയത്ത് ഇപ്പോഴൊക്കെയാണ് എന്നാലും കുറച്ചും കൂടി ഉണ്ട്. ഒരു ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടി ആക്റ്റീവ് അല്ലേ? കറക്റ്റ് ആവും. കാരണം അപ്പോഴത്തേക്ക് നല്ല മഞ്ഞൊക്കെ പക്ഷെ നല്ല വ്യൂ ഉണ്ടല്ലേ? നമ്മൾ ഈ മുകളിൽ നിന്ന് ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേ ഒരു കിടിലം വ്യൂ ആണ് ഈ താഴോട്ടൊക്കെ. നമ്മൾ ഏകദേശം നല്ല രീതിയിൽ, അതായത് സീ ലെവലിന്റെ ഏറ്റവും ഒരു ടോപ്പിലേക്ക് വന്ന് തുടങ്ങി. നമ്മൾ റോഡ്, നമുക്ക് ഇവിടെ കൂടി റോഡൊക്കെ പോകുന്ന, നമ്മൾ ഈ ചുരമൊക്കെ കയറി നമ്മൾ മുകളിലോട്ട് പോവല്ലോ, ആ ഒരു ഫീലാണ് ഇപ്പൊ കാണുമ്പോ. കൊള്ളാം. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ സെറ്റപ്പ് പറഞ്ഞ അല്ലേ? ഈ ഇതുപോലത്തെ കേബിൾ മറ്റേ ചുരത്തിന്റെ മുകളിലോട്ടൊക്കെ ഉള്ള ഒരു ആക്സസ്, ഈ രീതിയിലൊരു നമുക്ക് ആ മുകളിലത്തെ വ്യൂ കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക, നമ്മൾ ഈ നെറ്റ്ഫ്ലിക്സിലൊക്കെ സിനിമ കാണുമ്പോഴത്തേക്കും ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട് ഇതുപോലെയൊക്കെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോന്ന്. എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും ഇതേ രീതിയിലുള്ള സംഭവങ്ങളായിരിക്കും മീൻസ് ഈ UK അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അല്ലേ? എങ്ങനെയുണ്ട് വൈബ്? നമ്മളെ സത്യം പറഞ്ഞ ദൈവത്തിന്റെ സൃഷ്ടിപ്പിനെ നമ്മളെ കാണണം കേട്ടോ. അല്ലേ? അല്ല ഇതില് അല്ല നമ്മളെ ദൈവം എങ്ങനെയൊക്കെ ഓരോ രാജ്യങ്ങൾ, നമ്മുടെ ഖത്തറില് ഒരു മരുഭൂമിയാണെങ്കിൽ അതിന്റെ നേരെ വിപരീതമാണ്. ഫുള്ള് മലയും മഞ്ഞും നാച്ചുറൽ ബ്യൂട്ടി. ഇതൊരു 1 ടൈം വിസിറ്റ് ഒന്നും അല്ലോട്ടോ. ഇത് നമ്മൾ അടിക്കടി വരേണ്ടല്ലേ, എപ്പോ വേണേ വിസിറ്റ് ചെയ്യാം. പ്രകൃതി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വരാൻ പറ്റിയ വിസിറ്റ് പ്ലേസ് ആണ്. പിന്നെ ഇന്ത്യക്കാർക്ക് വിസ ഫ്രീ ആണ്. അതൊരു മെയിൻ അഡ്വാൻറ്റേജ് ആണ്. താഴെക്കൂടി കാറൊക്കെ പോകുന്നുണ്ട്. ഓരോ മരങ്ങൾ ഇങ്ങനെ വിട്ടുവിട്ടേക്കുന്നില്ലേ?
നിനക്കത് കണ്ടുകൊണ്ട് ബോർ അടിച്ചിട്ടുണ്ടാവില്ലേ? സ്ഥിരം കാണുന്നല്ലേ? ഇനി മുകളിൽ ചെന്നിട്ട് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ശരിക്കും ക്രിസ്മസ് അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഷെമ്പലാക്കിൽ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഭയങ്കര തണുപ്പാണ്. കൊച്ചു കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഭയങ്കര റിസ്ക് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ കാരണം ഇതിന് 3 സ്റ്റേജാണുള്ളത്. ഫസ്റ്റ് സ്റ്റേജിൽ കുഴപ്പമില്ല, ഒരുവിധം നമുക്ക് തണുപ്പൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലമാണ്. തേർഡ് അതിനേക്കാളും പ്രശ്നമാണ്. അപ്പം ഷിംലാക്ക് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ അടിപൊളിയാണ്. സ്നോ സംഭവങ്ങൾ, നമ്മൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ കയറി. പിന്നെ ചില ആൾക്കാർ ചൊറയാണ് ഈ ഫുഡിൻ്റെ ഒക്കെ കാര്യത്തിൽ. ഞങ്ങളെല്ലാം ഫുഡ് കഴിക്കാൻ വേണ്ടി മീൻസ് ഒരു കോഫി വീതം വെച്ചൊക്കെ പറഞ്ഞു. ക്യാപ്പിച്ചീനോ ആണെന്ന് തോന്നുന്നു. ഞങ്ങളെല്ലാം ഓർഡർ ചെയ്തു. ഞങ്ങൾ കുറച്ചൊന്ന് ഡിലേ ആയിട്ടാണ് കയറി വന്നത്. നമ്മുടെ ടീം മെമ്പേഴ്സ് എല്ലാവരും വിശക്കുന്നെന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഞങ്ങളൊരു ക്യാപ്പിച്ചീനോ കോഫി എന്നൊക്കെ പറയാം. ലേറ്റ് ആ ഓക്കെ. അങ്ങനെ പറയുമ്പോൾ ആ മൈക്ക് അടുത്ത് വെച്ചിട്ട് പറ. എങ്ങനെയാണെന്ന് പറഞ്ഞേ, കുടിച്ചിട്ട് എങ്ങനെയുണ്ട്? ഞങ്ങൾക്ക് നല്ല തണുപ്പ് കളിച്ചിട്ട് നല്ല ചൂടുള്ള കോഫി കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഒരു നൈസ് ആണല്ലേ? കണ്ടിട്ട് തന്നെ നല്ല അടിപൊളിയാണെന്ന് തോന്നുന്നുണ്ട്. ലുക്ക് വൈസ് നൈസ് ആണ്. എല്ലാവരും വിശപ്പ് കാരണം ഭയങ്കരമായിട്ട് വലിച്ച് കഴിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് കുടിച്ചോ. മധുരം നല്ലപോലെ വാരി ഇട്ടിട്ടുണ്ട്. ഞാൻ ഇച്ചിരി പോലും മധുരം ഇട്ടിട്ടില്ല. ഇഷ്ടമില്ല, കാരണം ഈ ഒരു സംഭവത്തിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ്. ഇതാണ് ഞങ്ങൾ കോഫിയും അതുപോലെ തന്നെ പിസയും കഴിച്ച റെസ്റ്റോറൻറ്റ്. ഇതാണ് ഇതിൻ്റെ. ഇവിടെ പ്രാചീനമായിട്ടുള്ള ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോ ഒക്കെ എടുക്കും ആൾക്കാർ. പിന്നെ ഇപ്പോൾ എത്ര മണിയാണ് നമ്മുടെ ഇവിടെ ഒരു 4 മണി 5 മണി ടൈമൊക്കെ ആയി. ഒരുവിധം വെയിലൊക്കെ മാറി തണുപ്പിൻ്റെ ആ ഒരു ഭീകരത സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. എല്ലാ റെസ്റ്റോറൻ്റാണ് ഇവിടെ, എല്ലാം നല്ല കത്തി റേറ്റാണ്. പിന്നെ ഇതൊക്കെയാണ് എല്ലാവരും തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. റെസ്റ്റോറൻ്റൊക്കെ ഒടുക്കത്തെ ആംബിയൻസ്. നമ്മൾ ഈ ലിയോ സിനിമയ്ക്കകത്തൊക്കെ കാണത്തില്ലേ, അതുപോലെ നല്ല നൈസ് വൈബ് എന്ന് വെച്ചാൽ ഈ മഞ്ഞത്തൊക്കെ നമുക്ക് കളിക്കാനും ഒക്കെ പറ്റുന്നൊരു കിഡിലൻ സ്പോട്ട് തന്നെയാണ്. ഉണ്ടല്ലേ, നല്ല രസമുണ്ട്. ഓവറോൾ ആംബിയൻസ് രക്ഷയില്ല മക്കളെ. സൗരവിൻ്റെ അടുത്ത് നമ്മുടെ ചുട്ടാപ്പൂനെ ഏൽപ്പിച്ചു. സൗരവ് താണ്ടെ കൊച്ചുകാട്ടിട്ടിരിക്കുന്നു. മഞ്ഞുമലയിൽ കയറുകയാണ്. അങ്ങനെ എല്ലാവരും എനിക്ക് മുമ്പേ അങ്ങോട്ട് പോയി. പിള്ളേരെല്ലാം ഒരേ വൈബാണ്. കാരണം അവർക്ക് എൻജോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. ഓക്കെ നിറങ്ങിക്കോ. പട്ടിഷ കാണിക്കാൻ വാടേ, പട്ടിഷ കാണിക്കാണോ വാടാ. പഞ്ചായത്ത്
അപ്പോൾ ഷിംബുലാക്കിലെ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. പിന്നെ ഇനി നെക്സ്റ്റ് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് റൂമിലൊക്കെ പോയി സെറ്റ് വൈകിട്ടേ പോകത്തുള്ളൂ. രാത്രി കുറച്ച് നൈറ്റ് ലൈഫൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടേ പോകത്തുള്ളൂ. അതിൻ്റെ വീഡിയോസ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നതായിരിക്കും. എനിവേ നൈസ് പ്ലേസ് ആണ്. നല്ലൊരു വൈബാണ്. മീൻസ് മൊത്തത്തിൽ ഒരുപാട് മലയാളീസ് തന്നെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് വിസിറ്റ് ചെയ്യാൻ. ഈ ഒരു ടൈം ബെസ്റ്റാണ് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നത്.